നമസ്കാരം. ഉഗ്രരൂപിണിയാണ് എങ്കിലും തൻ്റെ ഭക്തർക്ക് അമ്മ തന്നെയാണ് ഭദ്രകാളി ദേവി. ഭക്തർക്ക് ഏതൊരു ദുരിതപൂർണമായ അവസ്ഥയെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ അമ്മയുടെ സഹായത്താൽ സാധിക്കും. അതിനാൽ തന്നെ അമ്മയുടെ കടാക്ഷം ജീവിതത്തിൽ വന്നു ചേരുവാൻ ഏവരും അമ്മയെ നിത്യവും ആരാധിക്കുന്നവർ തന്നെയാകുന്നു. എന്നാൽ അമ്മയുടെ കടാക്ഷം ജീവിതത്തിൽ വന്നു ചേരുകയും അമ്മയുടെ കടാക്ഷത്താൽ തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ച നേടാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. പ്രത്യേകിച്ചും ഈ മേടമാസത്തിൽ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന്, അഥവാ ഭദ്രകാളി ദേവിയുടെ കാവലുള്ള നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. മേടമാസത്തിൽ ഈ ഫലങ്ങൾ ഇവർക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. ഏവരും കാളിദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മേ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ദേവിയുടെ കടാക്ഷം വന്ന് ഭവിച്ചിരിക്കുന്നതായ ഒരു മാസമാണ് എന്ന് തന്നെ പറയാം. വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ ചില കാര്യങ്ങൾ, മംഗളകർമ്മങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പല കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ അലംഭാവം ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്ന സമയം. പ്രയോജനമില്ലാത്ത പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പിന്മാറുവാൻ സാധിക്കും. തർക്കങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും സാമ്പത്തികപരമായ മെച്ചം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, ശുഭവാർത്താശ്രവണം എന്നിവ വന്നു ചേരുവാനും സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. അതിനാൽ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്കാണ് സാധ്യത. പല അപകടങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്ന സമയമാണ്. തീർച്ചയായും ഇഷ്ടദേവതയെയും പരമശിവനെയും കാളിദേവിയെയും ഈ സമയം ആരാധിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതം നേട്ടങ്ങൾ കൊണ്ട് നിറയും. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന അവസരമാണ് കാളിദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. പല കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കുന്നതായ അവസരം എന്ന് തന്നെ പറയാം. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയികൾക്കും അനുകൂലമാണ് സമയം. പുതിയ ബിസിനസ്, നവസംരംഭങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. ക്രയവിക്രയങ്ങൾ ലാഭകരമായി തീരും. ഈ സമയം നഷ്ടമാകും എന്ന് ചിന്തിച്ച കാര്യങ്ങൾ പോലും ദേവീ കടാക്ഷത്താൽ അനുകൂലമായി തീരാം. മനസ്സന്തോഷം വർദ്ധിക്കും. സാമ്പത്തികപരമായ മെച്ചം പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പല രീതിയിലുള്ള ശുഭകരമായ വാർത്തകൾ വന്നു ചേരാം. ഈ സമയം അല്പം കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കാരണം ദേവിയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. ദേവിയെ നിത്യവും ആരാധിക്കുക. ഈ സമയം ഇഷ്ടദേവതയെയും പരമശിവനെയും ദേവിയെയും ആരാധിക്കുക. ദേവീ ക്ഷേത്രത്തിലും ഈ ദേവതാ ക്ഷേത്രങ്ങളിലും ദർശനം കൂടി നടത്തുക. തീർച്ചയായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾ അറിയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഭദ്രകാളി കടാക്ഷം ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മശക്തി വർദ്ധിക്കും. കൂടാതെ പല കാര്യങ്ങളും അത് ശത്രുക്കൾക്ക് മേൽ നിങ്ങൾക്ക് മേൽക്കൈ നേടുവാനും തന്മൂലം വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിക്കും. വരവ് വർദ്ധിക്കുന്ന സമയമാണ്. ചിലവ് നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ ഒരു പരിധിവരെ സഹായിക്കും. കൂടാതെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും മനസ്സിന് സന്തോഷം പകരുന്ന പല കാര്യങ്ങളും ഈ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും.
വാഹനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വാഹനങ്ങൾ വിൽക്കുവാനോ വാങ്ങുവാനോ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിഥികൾ വീടുകളിലേക്ക് വന്നു ചേരാം. കൂടാതെ മനസ്സിന് പ്രസന്നത അനുഭവിക്കുന്ന സമയമാകുന്നു. കാര്യസാധ്യം, സുഖഭക്ഷണയോഗം എന്നിവ ഫലമായി വന്നു ചേരാം. തൊഴിലിടത്തിൽ ദേവീ കടാക്ഷത്താൽ ശോഭിക്കുവാൻ സാധിക്കും. പല വ്യക്തികളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിയുന്ന സമയമാകുന്നു. കൂടാതെ മക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ അല്ലാതെയും ശുഭകരമായ വാർത്തകൾ വന്നു ചേരാം. കലാപ്രവർത്തകർക്കും അനുകൂലമാണ് സമയം. തീർച്ചയായും കാളീദേവിയെ ആരാധിച്ച് കാളീക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. പരമശിവനെ ആരാധിക്കുന്നതും ഇഷ്ടദേവതയെ ആരാധിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. ദേവി കടാക്ഷം നിങ്ങൾക്ക് പ്രകടമാകുന്ന സമയം. ഭദ്രകാളി ദേവിയുടെ കടാക്ഷത്താൽ ഈ സമയം നിങ്ങൾക്ക് സുസ്ഥിരമായ നേട്ടങ്ങൾ വന്നു ചേരും. മുൻപ് തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങൾക്ക് പിന്തുണയുമായി എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മനസമാധാനം വന്നു ചേരാം. കൂടാതെ ഈ സമയം തൊഴിലിൽ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. അധ്വാനത്തിന് അംഗീകാരങ്ങൾ തേടിയെത്തും. ന്യായമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയം കൂടിയാണ്. ധനക്ലേശത്തിന് പരിഹാരമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ന്യായമായ പല ആവശ്യങ്ങളും സഫലമാകുന്ന സമയം കൂടിയാണ് ഇത്. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ സാധിക്കും. പ്രതീക്ഷകൾ നിറവേറ്റപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. മുൻപ് വലിയ ദുർഘടമായി തോന്നിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വളരെ എളുപ്പമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും. ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ നിറഞ്ഞതായി മാറും. തീർച്ചയായും ദേവിയെ ആരാധിക്കുകയും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. ഈ സമയം പരമശിവനെയും ഇഷ്ടദേവതയെ ആരാധിക്കുകയും ഈ ക്ഷേത്രങ്ങളിൽ കൂടി ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ കൂടി ദർശനം നടത്തി മുന്നോട്ട് പോകുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. കർമ്മമേഖലയിലെ തടസ്സങ്ങൾ നീങ്ങുന്നതായ സമയമാണ്. സാമ്പത്തികപരമായ അരക്ഷിതാവസ്ഥ ജീവിതത്തിൽ നിന്നും മാറുന്നതായ സമയം. കച്ചവടക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം. ഈ സമയം ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമേറിയ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഊഹക്കച്ചടവും ഭാഗ്യപരീക്ഷണവും വിജയിക്കും എന്ന കാര്യവും ഓർക്കുക. ഗാർഹികമായി അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവായി കിട്ടുന്ന സമയം കൂടിയാകുന്നു. മനക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. അപകടങ്ങൾ വന്നു ചേരേണ്ടതായ അപകടങ്ങൾ പോലും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്കുണ്ട്, അത് പരിഹരിക്കപ്പെടും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം മക്കളുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. അതവർക്ക് അനുകൂലമായി തീരും. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ചില വില കൂടിയ ചില കാര്യങ്ങൾ സമ്മാനമായി ലഭിക്കുകയോ അല്ലെങ്കിൽ വാങ്ങുവാനോ സാധിക്കും. കുടുംബത്തിലും സമൂഹത്തിലും സ്വാധീനം ദേവി കടാക്ഷത്താൽ ഉയരും. കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമാണ് സമയം. വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. മനപ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. എന്നാൽ ധനവരവ് വർദ്ധിക്കുക തന്നെ ചെയ്യും. എന്നാൽ ചെലവ് നിങ്ങൾ നിയന്ത്രിക്കേണ്ടതായി വരും എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. പല പ്രതീക്ഷകളും നിങ്ങൾക്കുണ്ട്, അത് നിറവേറ്റപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ദുർഘടമായി തോന്നിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുകയോ അത് വളരെ അനുകൂലമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്ന സമയമാകുന്നു. തീർച്ചയായും ഈ നക്ഷത്രക്കാർ ദേവിയെ ആരാധിക്കുകയും അതോടൊപ്പം പരമശിവനെയും ഇഷ്ടദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ മാസം തീർച്ചയായും ഭദ്രകാളി കടാക്ഷത്താൽ
ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക.